ഉറക്കത്തിൽ തനിയെ പുറത്തേക്ക് പോകുന്നു. ഇത് ഒരു പ്രശ്നമാണെന്ന് ചോദിക്കുന്ന ഒത്തിരി പേരുണ്ട്. മിക്കവാറും പ്രായപൂർത്തിയാകുന്ന ഒരു സമയമില്ലേ, അപ്പോൾ പലർക്ക് സംശയമായിരിക്കും, യോ ഇതെന്തെങ്കിലും പ്രശ്നമുള്ളതാണോ. പിന്നെ അതേപോലെ കുറച്ച് പ്രായമായെന്ന് പറഞ്ഞാലും സംശയങ്ങൾ ഇങ്ങനെ മനസ്സിൽ കിടക്കും. അപ്പോൾ ആദ്യമേ പറഞ്ഞേക്കാം, ഇത് ഒരു പ്രശ്നമല്ല, ഒരു രോഗവുമല്ല, മറിച്ച് നിങ്ങളുടെ ആരോഗ്യം ശരിയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ട അവയവങ്ങൾ കറക്റ്റായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണമാണ്. അതുകൊണ്ട് ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ, ഏതെങ്കിലും മധുര സ്വപ്നത്തിൽ കൂടി ഇങ്ങനൊരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ അതോർത്ത് ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം ആണുങ്ങൾക്ക് പ്രായപൂർത്തിയാകുമ്പോഴേക്കും അവരുടെ ആൺ ഗ്രന്ഥിയായ പ്രോസ്റ്റേറ്റും വളർന്നു വലുതാകും. പിന്നെ നമ്മുടെ മനുഷ്യ ശരീരത്തിൽ നടക്കേണ്ട കാര്യങ്ങളൊക്കെ അവിടെ നടക്കും. അപ്പോൾ അതിനുള്ളിൽ പല ഉൽപ്പാദനങ്ങളും നടക്കും. ആ നടക്കുന്ന കാര്യങ്ങൾ പുറത്തു പോകാൻ വേണ്ടിയിട്ടാണല്ലോ ഉൽപ്പാദനം നടക്കുന്നത്. അത് പുറത്തു പോകണ്ടേ? എന്താ തടഞ്ഞു നിർത്താൻ എന്തെങ്കിലും ഡാമോ വല്ലതും അവിടെ കെട്ടിയിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ എന്ത് ചെയ്യും? കൂടുതലായി ഉൽപ്പാദിപ്പിക്കുന്നത് തനിയെ പുറത്തു പോകും. അത് ഒരു രോഗമാണെന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതുകൊണ്ട് ക്ഷീണമുണ്ടാകുമെന്നോ കണ്ണുകുഴിയുമെന്നോ അല്ലെങ്കിൽ പാപമാണെന്നോ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എവിടുത്തെ പരിപാടിയാണ്? അപ്പോൾ ശാസ്ത്രീയമായ കാര്യങ്ങൾ അതിനെപ്പറ്റി അറിയാത്തതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വെപ്രാളവും പരിവേശവും ഒക്കെ തോന്നുന്നത്. അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരീരത്തിൻ്റെ സ്വാഭാവികമായ ഒത്തിരി കാര്യങ്ങളുടെ കൂട്ടത്തിൽപ്പെടുന്ന ഒന്നാണ് ഇതും. വിയർപ്പ് ഉൽപ്പാദിപ്പിക്കുന്നില്ലേ, കണ്ണുനീര് ഉൽപ്പാദിപ്പിക്കുന്നില്ലേ, അതേപോലെ ഉമിനീര് ഉൽപ്പാദിക്കുന്നില്ലേ, മൂത്രം ഒഴിക്കുന്നില്ലേ, ഇങ്ങനെ ശരീരത്തിൽ പല രീതിയിലുള്ള ഫ്ലൂയിഡ്, അതായത് ദ്രാവകങ്ങൾ ഉൽപ്പാദിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അത് പുറത്ത് പോവുകയും ചെയ്യണം. അപ്പോൾ ഇതിനെല്ലാം ഓരോരോ പർപ്പസുകളാണെന്നേ ഉള്ളൂ. ഇതിപ്പോൾ നമുക്ക് തോന്നുമ്പോൾ ഇത് പ്രണയം അല്ലെങ്കിൽ കല്യാണം കഴിച്ച് കുട്ടികളുണ്ടാകുന്നതല്ലേ, അല്ലെങ്കിൽ നമ്മൾ ഇക്കിളിപ്പെടുത്തുന്ന വിഷയത്തോടു കൂടി ഇതിനെ ചേർത്ത് വായിക്കുമ്പോഴാണ് ഇതെന്തോ വലിയ പാവമാണെന്നോ പ്രശ്നമാണെന്നോ തോന്നുന്നത്. അതെല്ലാം നോക്കുമ്പോൾ വളരെ സ്വാഭാവികമായി പോകേണ്ട കാര്യങ്ങൾ പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു കൗമാരപ്രായം മുതൽ നമ്മുടെ പ്രായപൂർത്തിയാകുന്നതിൻ്റെ പല സ്റ്റെപ്പുകളും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇപ്പോൾ നമുക്കൊരാളെ കാണുമ്പോഴേക്കും അട്രാക്ഷൻ തോന്നുന്നു, ഒരു പ്രേമം, സ്നേഹം, അതിലുപരി ശാരീരികമായിട്ടൊരു അട്രാക്ഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓരോരുത്തർക്കും ഓരോ വയസ്സിലാണ് തുടങ്ങുന്നത്. ഏകദേശം 15 വയസ്സിന് മുമ്പ് തന്നെ പലർക്കും ഇത്തരം കാര്യങ്ങൾ അതെന്താണെന്നൊന്നും അറിയില്ലെങ്കിൽ കൂടിയും പൊതുവേ തോന്നി തുടങ്ങും. ഇതെല്ലാം ആ സമയത്ത് പ്രായപൂർത്തിയാകാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഹോർമോൺസിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ടാണ്, സ്വാധീനം കൊണ്ടാണ് നമുക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. അപ്പോൾ അത് വളർച്ചയിലേക്ക് നയിക്കുകയാണ്. വളർന്നു കഴിയുമ്പോഴേക്കും പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഇണയെ കണ്ടുപിടിക്കണം, പ്രേമിക്കണം, സ്നേഹിക്കണം, അല്ലെങ്കിൽ കല്യാണം കഴിക്കണം, ഒന്നിച്ച് ജീവിക്കണം, അടുത്ത തലമുറ ഉണ്ടാകണം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രകൃതിയിൽ നടക്കണമെങ്കിൽ മനുഷ്യർക്ക് പരസ്പരം അട്രാക്ഷൻ ഉണ്ടാകണം. അപ്പോൾ അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ പ്രകൃതി തന്നെ ഇങ്ങനെ കൂട്ടിവെച്ച് നമുക്ക് തരികയാണ്. പുരുഷന്മാർക്ക് ബീജകോശങ്ങൾ എപ്പോഴായിരിക്കും ഉണ്ടായി തുടങ്ങുക എന്ന് പലർക്ക് സംശയമുണ്ട്. അപ്പോൾ ഏകദേശം 11 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള പ്രായത്തിലായിരിക്കും ഈ ബീജകോശങ്ങൾ രൂപപ്പെടുന്നത്. അപ്പോൾ 11 വയസ്സിൽ എങ്ങ് തുടങ്ങുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും അങ്ങനെയാകണമെന്നില്ല. ഏകദേശം ഒരു റേഞ്ചാണ് പറഞ്ഞത്. ചിലപ്പോൾ ആ സമയം കൂടാം, കുറയാം. കാര്യം ഓരോ കുട്ടികളുടെയും ആ ഒരു ആരോഗ്യമനുസരിച്ചിട്ട് അവരുടെ ടെസ്റ്റോസ്റ്റിറോൺ, അതായത് പുരുഷന്മാരുടെ ഹോർമോണാണ്, പുരുഷനെ പുരുഷനാക്കുന്ന ഹോർമോണാണ് ടെസ്റ്റോസ്റ്റിറോൺ. അതിൻ്റെ ഉൽപ്പാദനമൊക്കെ അനുസരിച്ചിട്ട് ഇത് വ്യത്യാസപ്പെടാം ഈ പ്രായം. എങ്കിലും ഈ ഒരു റേഞ്ചിലായിരിക്കും ഈ ബീജകോശങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. സ്ത്രീകളുടെ കാര്യത്തിലാണെങ്കിൽ അണ്ഡകോശങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ അത് മാസത്തിൽ ഒരു തവണ, 28 ദിവസത്തിൽ ഒരു തവണ പുറത്തേക്ക് പോകുന്നുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ പെൺകുട്ടികൾക്ക്, സ്ത്രീകൾക്ക് മാസത്തിൽ ഒരു തവണ ഒരണ്ടമാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്, ഒരേ ഒരെണ്ണം. ആലോചിക്കുക. പക്ഷേ പുരുഷൻ്റെ കോശങ്ങൾ അങ്ങനെയല്ല, അത് ലക്ഷോപലക്ഷമാണ് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പുരുഷഗ്രന്ഥിയിൽ. ആലോചിക്കുക, ലക്ഷോപലക്ഷം എന്ന് വെച്ചാൽ 1 മില്ലി ലിറ്ററിൽ 15 ദശലക്ഷം മുതൽ 200 ദശലക്ഷം വരെയാണ് ഈ കോശങ്ങളുടെ ആ എണ്ണം. അതാണ് നമ്മൾ ലാബിൽ നോക്കുമ്പോൾ, അത് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ സ്ത്രീകളും പുരുഷന്മാരും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണെന്ന് നമ്മളെല്ലാവരും പണ്ട് തൊട്ടേ പഠിക്കുന്ന കാര്യമാണ്. എന്നാലും സംശയങ്ങൾ ബാക്കിയാകുകയാണ്. ചെറിയ പ്രായത്തിൽ ചെറിയ രീതിയിൽ അത് ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങും. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഒരു 14 വയസ്സ്, അങ്ങനെ ആ ഒരു ഏജ് അങ്ങോട്ട് കഴിഞ്ഞ് പ്രായപൂർത്തി 18 വയസ്സിൻ്റെ ആ ഭാഗത്തേക്കാകുമ്പോഴേക്കും ഇതിൻ്റെ പ്രൊഡക്ഷൻ കൂടുകയാണ്. അങ്ങനെ ആകുമ്പോഴേക്കും അത് ശരീരത്തിൽ നിൽക്കുമോ? ഇല്ല. പിന്നെ സ്വാഭാവികമായിട്ട്
പല ഗ്രന്ഥികളും ഉൽപ്പാദിപ്പിക്കുന്ന പല ദ്രാവകങ്ങളും അല്ലെങ്കിൽ ഫ്ലൂയിഡുകളും ഇതിൻ്റെ കൂട്ടത്തിൽ പുറത്തേക്ക് വരുമ്പോൾ കലരുന്നുണ്ട്. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയാണ് അതിൽ മെയിനായിട്ട് കുറേയധികം ദ്രാവകങ്ങളും ഫ്ലൂയിഡുകളും ഒക്കെ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ പുറത്തേക്ക് വരുമ്പോഴേക്കും ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി അതുപോലുള്ള കുറേയധികം ഗ്രന്ഥികളുണ്ട്. അതിലെ ദ്രാവകങ്ങളും കൂടി ചേർന്നിട്ടാണ് ഈ ഒരു പുരുഷ കോശങ്ങൾ അല്ലെങ്കിൽ ബീജകോശങ്ങൾ പുറത്തേക്ക് വരുന്നത്. സാധാരണ ഒരു പുരുഷന് ഇണയുണ്ടാകുമ്പോൾ അവിടെ അവർ തമ്മിലുള്ള സ്നേഹപ്രകടനങ്ങൾ നടക്കും, അത് പുറത്തു പോകും. പിന്നെ ഒരു പ്രായത്തിൽ ഇത്തരം വികാര വിചാരങ്ങൾ തോന്നുന്ന സമയത്ത് അത് സ്വാഭാവികമായിട്ടും ചില ആൺകുട്ടികളിൽ അവർ സ്വയം ഒരു സംതൃപ്തി നേടുന്ന രീതിയിലേക്ക് എത്തിച്ചേരും. അങ്ങനെയുള്ളവർക്കും ഇത് പുറത്തു പോകുന്നുണ്ട്. കൗമാരപ്രായം തൊട്ടേ ഈ കാര്യങ്ങൾ ശരീരത്തിനുള്ളിൽ നടക്കുന്നുണ്ട്. പക്ഷേ ഒരു ആൺകുട്ടിയുടെ ജീവിതത്തിൽ എന്താണ് നടക്കുന്നത്? അവർക്ക് സ്കൂളിൽ പോകണം, അല്ലെങ്കിൽ പലവിധ സ്ട്രെസ്സുമുള്ള സമയമാണ് പ്രായപൂർത്തിയാകുന്നത്, അല്ലെങ്കിൽ 21 വയസ്സ് വരെയൊക്കെ, അല്ലെങ്കിൽ ഒരു PG കഴിയുന്നത് വരെ അവർക്ക് സ്ട്രെസ്ഫുള്ളായിട്ട് പഠിക്കണം. ഇങ്ങനെയൊക്കെ വീട്ടുകാരും നാട്ടുകാരും എല്ലാം അവരെന്ത് ചെയ്യുന്നു, എങ്ങനെ നോക്കുന്നു, എന്തൊക്കെ കാണിക്കുന്നു എന്ന് നോക്കിയിരിക്കുന്ന സമയമാണ്. അതിൻ്റെ കൂട്ടത്തിലാണ് ഈ പറഞ്ഞിട്ടുള്ള വികാര വിചാരങ്ങളും അതും ഇതുമെല്ലാം കൂടി വരുന്നത്. പക്ഷേ അതിൽ എത്ര പേർക്കാണ് സ്വയം ഒരു കാര്യത്തിലേക്ക് കടക്കാനുള്ള അവസരം കിട്ടുന്നത്? മിക്കവാറും ആൺകുട്ടികൾക്ക് അതില്ല. കാര്യം ഒന്നുകിൽ വീടിൻ്റെ സിറ്റുവേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ മതപരമായിട്ടുള്ള നിയന്ത്രണങ്ങളായിരിക്കും, അല്ലെങ്കിൽ പുറത്തുനിന്ന് കിട്ടുന്ന ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ള നിർദ്ദേശങ്ങളായിരിക്കും, അല്ലെങ്കിൽ ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമെന്നായിരിക്കും. അതുകൊണ്ട് തന്നെ സ്വയമായിട്ട് ഇത്തരം കാര്യങ്ങളിൽ ഇതൊന്നും വേണ്ട, അതൊന്നും പ്രശ്നമാണെന്ന് ഓർത്തിട്ട് ഒന്നും മെനങ്ങാതിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? അവിടെ അമിതമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കോശങ്ങൾ വെളിയിലേക്ക് പോയേ മതിയാകൂ. കാര്യം അത് എക്സസ് ആണ്, ഓവറാണ്. അങ്ങനെ ആകുമ്പോഴേക്കും ഒന്നുകിൽ നൈറ്റിൽ ഒരു സ്വപ്നം, മധുരതരമായൊരു സ്വപ്നത്തിൻ്റെ ഫലമായി അത് പുറത്തേക്ക് പോകുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ മൂത്രത്തിൽ കലർന്നും കാണാറുണ്ട്. ഇങ്ങനെ സ്വപ്നം കാണുന്നൊന്നുമില്ല, അല്ലാതെയും കാണാറുണ്ട്. ഇതൊക്കെ കാണുമ്പോഴേക്കും ഒന്നും അറിയാത്ത പ്രായത്തിൽ ഭയങ്കര വെപ്രാളമായിരിക്കും. അല്ലെങ്കിൽ കുറച്ച് അറിവുണ്ടെങ്കിൽ പോലും ഇത് പുറത്തുനിന്ന് ശരിയായ അറിവുകൾ കിട്ടാത്ത ഒരു ആൺകുട്ടിക്ക് എന്തായിരിക്കും? പേടിപ്പെടുത്തുന്ന കാര്യമായിരിക്കും. അയ്യോ, വീട്ടുകാരെന്ത് കാണും, വസ്ത്രങ്ങളിൽ എന്തെങ്കിലും ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്തായിരിക്കും, ഞാൻ എന്ത് ചെയ്യും, കുറ്റപ്പെടുത്തുമോ, അല്ലെങ്കിൽ എൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് ഇങ്ങനെ വന്നത് എന്നൊക്കെ പറയുമോ? ഇങ്ങനെ 100 കൂട്ടം ആശങ്കയായിരിക്കും. ഒത്തിരി സ്ട്രെസ്സിനിടയ്ക്കൂടെയാണ് എല്ലാവരും, ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും, നമ്മുടെ പ്രായപൂർത്തിയിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നത്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഭൂരിപക്ഷം ആൾക്കാർക്ക് കുട്ടികളെ ഇത്തരം കാര്യങ്ങളിൽ മാതാപിതാക്കൾക്ക് ഗൈഡ് ചെയ്യാൻ മടിയാണ്. എങ്ങനെ പറയണം, എങ്ങനെ സംസാരിക്കണം, എങ്ങനെ പറഞ്ഞു കൊടുക്കണം എന്ന് അറിയില്ല. ഇപ്പോഴത്തെ കാലത്ത് കുറേയൊക്കെ മെച്ചപ്പെട്ടിട്ടുണ്ടെങ്കിലും മിക്കവാറും എന്നാലും പുറകോട്ടാണ് ഇത്തരം കാര്യങ്ങളിൽ മാതാപിതാക്കൾ. അപ്പോൾ അവർക്ക് കിട്ടുന്ന അറിവുകൾ എവിടുന്നായിരിക്കും? ഏതെങ്കിലും കൂട്ടുകാരിൽ നിന്നോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ തെറ്റായ അറിവുകളോ അല്ലെങ്കിൽ മിസ്ലീഡിംഗ് ആയിട്ടുള്ള അറിവുകളോ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ അത് എന്തായിരിക്കും? ഒന്നുകൂടി ടെൻഷനൊക്കെ കൂട്ടുന്നേ ഉള്ളൂ. അപ്പോൾ ചില കൂട്ടുകാർ പറഞ്ഞു കൊടുക്കും, അയ്യോ ഇങ്ങനെ വന്നോ, എങ്കിൽ നിന്റെ കണ്ണു കുഴിയും, ഇതെന്തോ രോഗമാണ്, തനിയല്ലേ ഇത് പുറത്തു പോകുന്നത്, അപ്പോൾ വലിയ പ്രശ്നം തന്നെ എന്ന് പറയും. പക്ഷേ അങ്ങനെയല്ല. ഒരു പുരുഷനായ നിങ്ങൾക്ക് കാര്യങ്ങൾ കറക്റ്റായിട്ട്, ശരീരത്തിലെ എല്ലാ കാര്യങ്ങളും, അതായത് ഒരു പുരുഷൻ്റെ പുരുഷത്വം അത് കറക്റ്റായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഒരു പുരുഷൻ്റെ പ്രത്യുൽപാദന വ്യവസ്ഥ കറക്റ്റായിട്ട് അവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ തെളിവല്ലേ അത്? തീർച്ചയായിട്ടും അത് ആരോഗ്യപരമായുള്ള ഒരു തെളിവാണ്, ആ തെളിവിൻ്റെ ലക്ഷണങ്ങളുമാണ്. അതുകൊണ്ട് അതോർത്ത് പേടിക്കേണ്ട കാര്യമേ ഇല്ല. പിന്നെ ഈ പറഞ്ഞതുപോലെ അറിയാത്ത പ്രായത്തിൽ അല്ലെങ്കിൽ കുറച്ച് ചമ്മലുകളൊക്കെ വരാം. ഇതിങ്ങനെ വസ്ത്രങ്ങളൊക്കെ ആകുന്നത് അതൊന്നാമത്തെ കാര്യം. പിന്നെ വേറൊരു കാര്യമുണ്ട്, നിങ്ങൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുകയാണെങ്കിൽ ബാത്റൂമിൽ പോയി ഒന്നിന് പോയിട്ട് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് വന്ന് കിടക്കുക. അത് ചെയ്യണം. ഇല്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോഴേക്കും ആണ് ഇത് കാണുന്നുണ്ടെങ്കിൽ അറിഞ്ഞില്ല, അങ്ങനെ സംഭവിക്കാം. അങ്ങനെയാണെങ്കിലും ഉടനെ പോയി നന്നായി വൃത്തിയാക്കുക. പിന്നെ തുണിയിൽ പറ്റി പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ തുണി കഴുകിടേണ്ടത് അവനവൻ്റെ ഉത്തരവാദിത്തമാണല്ലോ. അങ്ങനെ ചെയ്യുക, അത്ര മാത്രമേ ഉള്ളൂ. അതിൽ കൂടുതൽ ഇതിനെക്കുറിച്ചിട്ട് ഭയങ്കരമായ വമ്പൻ ചർച്ചയുടെയൊന്നും ആവശ്യമില്ല. പിന്നെ പങ്കാളികൾ ഇല്ലാത്തവർക്കും അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി ഇല്ലാതിരിക്കുന്നവർക്കും ഒക്കെ ഇങ്ങനെ സംഭവിക്കാം. പക്ഷെ ചിലർ ചോദിക്കും, അയ്യോ എനിക്ക് ഭാര്യയുണ്ട്, അല്ലെങ്കിൽ ഭാര്യയുമായിട്ട് ഞാൻ നല്ല രീതിയിലൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. അല്ലെങ്കിൽ ചിലർ പറയും, ഞാനാണെങ്കിൽ ഡെയിലി എൻ്റെ കാര്യങ്ങൾ നോക്കാറുണ്ട്, എന്നാലും വല്ലപ്പോഴും ഒക്കെ എനിക്ക് ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. അപ്പം അതിനൊക്കെ എന്തുത്തരം പറയും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഓവർഫ്ലോ തന്നെയാണ്. കാര്യം കൂടുതൽ ഉൽപ്പാദിപ്പിച്ചെങ്കിലല്ലേ പുറത്തേക്ക് പോവുകയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പുറകിലുള്ള കാരണങ്ങൾ ഒരിക്കലും പേടിപ്പിക്കുന്ന കാരണങ്ങളല്ല. ഈ ടെസ്റ്റോസ്റ്റെറോൺ ഹോർമോൺസ് നന്നായി അവിടെ ഉണ്ടാകുന്നു, അതുകൊണ്ടാകാം. ഇല്ലെങ്കിൽ
ചിന്തകളിൽ ഈ കാര്യം മാത്രം കൂടുതൽ താല്പര്യം ചെലുത്തുന്ന ആൾക്കാരുണ്ട്. അത് അവരുടെ മാനസികാവസ്ഥയാണ്, നമുക്കൊന്നും പറയാൻ പറ്റില്ല. ചില ആൾക്കാർക്ക് ഇത്തരം കാര്യങ്ങൾ കേൾക്കുമ്പോഴേക്കും അവരുടെ സാഹചര്യങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ അവർ വളർന്നു വന്ന ശീലം കൊണ്ടോ വലിയ താല്പര്യം കാണില്ല. പക്ഷെ ചില മനുഷ്യർക്ക് അങ്ങനെയല്ല, കുറച്ച് ലോല ഹൃദയന്മാരായിരിക്കും, ഇതിനോടൊക്കെ ലോല മനോഭാവമായിരിക്കും. അപ്പോൾ അങ്ങനെ കൂടുതൽ ചിന്തകൾ ഉണ്ടാകുമ്പോഴേക്കും അത് ശരീരത്തിനെയും സ്വാധീനിക്കുന്നുണ്ട്. അങ്ങനെ സംഭവിക്കുന്നതാകാം. പിന്നെ അടുത്തതെന്ന് പറയുമ്പോഴേക്കും ഉറക്കത്തിൻ്റെ പാറ്റേൺ ഇതിനെ സ്വാധീനിക്കാമെന്നാണ് പറയുന്നത്. ഉറക്കത്തിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ ശാരീരിക അവയവങ്ങളിലേക്ക്, ഈ അവയവങ്ങളിലേക്കുള്ള രക്തഓട്ടം കൂടും. അപ്പോൾ ആ സമയത്ത് കൂടുതൽ സ്വപ്നങ്ങളോ മറ്റോ കാര്യങ്ങളൊക്കെ ആയി കഴിയുമ്പോഴേക്കും ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാം. അപ്പോൾ ഇത് ഇപ്പോൾ കല്യാണം കഴിച്ചെന്നോ അല്ലെങ്കിൽ പാർട്ണർ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ സ്വയം ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നാൽ പോലും ഇത് വേണമെങ്കിൽ വല്ലപ്പോഴൊക്കെ സംഭവിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴ്ച ഒരിക്കലോ അല്ലെങ്കിൽ മാസത്തിൽ 3 4 ഒക്കെ ഒന്നും സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതിനെക്കുറിച്ച് ഓർത്തിട്ട് ഭയങ്കരമായിട്ട് വേവലാതിപ്പെടേണ്ട കാര്യമില്ല. നോർമലാണ്, ഇത് ആരോഗ്യത്തിൻ്റെ ലക്ഷണമാണ്. കൗമാരക്കാരിലാണെങ്കിലും പ്രായപൂർത്തിയായവരിലാണെങ്കിലും ആരിലായാലും. പക്ഷേ ഇതെപ്പോഴാണ് പ്രശ്നങ്ങളാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഡെയിലി ഇങ്ങനെ തന്നെയാണ്. പിന്നെ അത് മാത്രമല്ല, അതിൻ്റെ കൂട്ടത്തിൽ നീറ്റൽ, എരിച്ചിൽ, പ്രശ്നങ്ങൾ, ഇങ്ങനെ കുറേയധികം കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഇവിടെ മറ്റു കാര്യങ്ങൾ സംശയിക്കേണ്ടത്. ചിലപ്പോൾ അതൊരു അണുബാധയുടെ ലക്ഷണമാകാം. പ്രോസ്റ്റേറ്റിലോ അല്ലെങ്കിൽ പ്രത്യുൽപാദന വ്യവസ്ഥയിലോ എവിടെയെങ്കിലും ഒരു അണുബാധ ഉണ്ടായതാണെങ്കിൽ ചിലപ്പോൾ അൺകൺട്രോൾഡായിട്ട്, കൺട്രോളില്ലാതെ, നിയന്ത്രണമില്ലാതെ ഇങ്ങനൊരു കാര്യം സംഭവിച്ചേക്കാം. അപ്പോൾ മറ്റു പല ലക്ഷണങ്ങളും അതിൻ്റെ കൂട്ടത്തിൽ കാണും. അപ്പോൾ ഒരു പുരുഷന് ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സംഭവിക്കുന്നു, എല്ലാ ദിവസങ്ങളിലും ഉണ്ട്, അല്ലെങ്കിൽ മിക്കവാറും ദിവസങ്ങളിലും ഉണ്ട്. പിന്നെ ഇതിൽ പല അസ്വസ്ഥതകളും വരുന്നു. ഇത് ദൈനംദിന ജീവിതത്തിന് ഒരു പ്രശ്നമാണ്, അതിനെ ബാധിക്കുന്നു. മാനസികമായി ശാരീരികമായി ഒത്തിരി പ്രശ്നങ്ങൾ ഇതിൽ നിന്ന് ഉണ്ടാകുന്നു എന്ന് തോന്നുകയാണെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷനോ മറ്റു കാര്യങ്ങളോ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോഴാണ് വൈദ്യസഹായം തേടേണ്ടത്. അല്ലാതെ കംഫർട്ടബിളായിട്ടുള്ള എല്ലാ അവസ്ഥകളിലും ഇത് പുരുഷൻ്റെ ആരോഗ്യത്തിൻ്റെ ലക്ഷണമാണ്, അതോർത്ത് ദുഃഖിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ അവിടുത്തെ വൃത്തി മറ്റു കാര്യങ്ങളും മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഒരു പ്രശ്നമായി തോന്നുകയാണെങ്കിൽ ഡോക്ടറെ കാണേണ്ടതുണ്ട്. അപ്പോൾ ഒരു സർജൻ അല്ലെങ്കിൽ യൂറോളജിസ്റ്റിനെ കാണാം. അപ്പോൾ ചോദിക്കും, ഈ മാതാപിതാക്കളെ ആശ്രയിച്ച് ജീവിക്കുന്ന സ്വതന്ത്രമല്ലാത്തൊരു കാലഘട്ടത്തിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന്. അപ്പോഴും ഈ പറയുന്ന പോലെ മൂത്രം ഒഴിക്കുമ്പോൾ വേദനയാണ് അല്ലെങ്കിൽ മറ്റ് ശാരീരികമായ അസ്വസ്ഥതകളുണ്ട് അവിടെ എന്ന് പറഞ്ഞിട്ട് കാണാം. ഇതിൻ്റെ ബാക്കിയുള്ള ഹിസ്റ്ററി അവരോട് വിവരിക്കണം എന്നില്ല. അതിപ്പോൾ ഒന്നും ചെയ്യാതെ വേണമെങ്കിലും അല്ലെങ്കിൽ ഒന്നും സംഭവിക്കാതെ വേണമെങ്കിലും മൂത്രത്തിൽ പഴുപ്പോ അങ്ങനെയുള്ള കാര്യങ്ങൾ, അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകാം. ഇതുകൊണ്ട് മാത്രം ഉണ്ടാകണമെന്നില്ലല്ലോ. അതിപ്പോൾ ആൺകുട്ടികൾ വളർന്നു വരുന്ന സമയത്ത്, പെൺകുട്ടികളാണെങ്കിലും ശരിയായിട്ട് വെള്ളം കുടിക്കാതിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ശരിയായിട്ട് വൃത്തി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്ത സമയത്ത് അല്ലെങ്കിൽ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ചൂടും വിയർപ്പും ഒക്കെ തങ്ങി നിന്ന് വേണമെങ്കിലും ഈ അണുബാധകളൊക്കെ ഉണ്ടാകാം. അപ്പോൾ ഇതുകൊണ്ട് മാത്രം അത് ഉണ്ടാകണമെന്നില്ല. അപ്പോൾ ആർക്ക് വേണമെങ്കിലും പറയാം. ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോയി ഇത് കാണിക്കുന്നതിൽ ഇപ്പോൾ ഈ ഒരു കാരണം കൊണ്ടാണെന്ന് നിർബന്ധമില്ല. അപ്പോൾ അണുബാധകളുണ്ട്, വേദനകളുണ്ട്, പ്രശ്നങ്ങളുണ്ടെന്ന് പറയാമെന്നുണ്ടെങ്കിൽ അത് ഏത് പ്രായത്തിലും പരിഹരിക്കപ്പെടാൻ പറ്റും. അതുകൊണ്ട് എന്തെങ്കിലും അസ്വസ്ഥതകളുണ്ടെങ്കിൽ മിണ്ടാതിരിക്കരുത്. ഇപ്പോൾ പ്രായപൂർത്തിയോടെ ഒരു 10 25 വയസ്സുള്ളവർക്ക് പോലും അത് ഡിസ്കസ് ചെയ്യാൻ ഭയമായിരിക്കും. അപ്പോൾ അതിന് കാര്യമില്ല. അസ്വസ്ഥതകളൊക്കെ സാധാരണ രീതിയിലാണെങ്കിലും വരാറുണ്ട്. അപ്പോൾ ഡോക്ടറെ കണ്ട് അത് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇത്രയേ ഉള്ളൂ ഇതിൽ. അതിൽ കൂടുതൽ ഇതിനെക്കുറിച്ച് മറ്റുള്ളവർ പറയുന്ന എന്തെങ്കിലും വിഡ്ഢിത്തരം നിറഞ്ഞ കഥകൾ വിശ്വസിക്കരുത്. അങ്ങനെ എന്തെങ്കിലും ആരോഗ്യപരമായിട്ട് പ്രശ്നങ്ങൾ ഇതുണ്ടാകില്ല. വളരെ ചാൻസ് കുറവാണ്. ഞാൻ ഈ പറഞ്ഞ് ചിലപ്പോൾ അത് 99% ഹെൽത്തി ആയിട്ട് പോകും. 1% മാത്രം അസ്വസ്ഥതകൾ ഉണ്ടാകുന്നവർ ഉണ്ടായിരിക്കാം. അത്ര മാത്രമേ ഉള്ളൂ. അതായത് ഇതൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ ഇത് കൗമാരക്കാർ മുതൽ അല്ലെങ്കിൽ പ്രായപൂർത്തിയായവർ വരെ അല്ലെങ്കിൽ 10 50 വയസ്സുള്ളവരാണെങ്കിൽ പോലും അവർക്ക് ഇതൊക്കെ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഒരു ആക്ടിവിറ്റി ഇല്ല, പാർട്ണർ ഇല്ല, അല്ലെങ്കിൽ ഏത് സമയത്ത് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ഇത് സംഭവിക്കുക എന്നുള്ളതിൻ്റെ ഏകദേശ രൂപം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സത്യം. പിന്നെ വേറെ ഒരു കാര്യം എല്ലാവരും ചോദിക്കാറുണ്ട്, ഡെയിലി കൈക്രകൾ കാണിച്ചിട്ട് അല്ലെങ്കിൽ വീഡിയോ കണ്ടിട്ട് കൈക്രയെ കാണിക്കാതെ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, അത് 1 ആകുന്നു 2 ആകുന്നു, പഠിക്കാനിരിക്കുമ്പോഴാകുന്നു അല്ലെങ്കിൽ വേറെ സമയത്താകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒന്നുകിൽ സ്വയം നിയന്ത്രിക്കേണ്ടി വരും. അത് ഒന്നാമത്തെ കാര്യം. പിന്നെ അല്ലെങ്കിൽ അതിന് ഫലപ്രദമായ ഒരു പരിഹാരം എന്ന് പറയുമ്പോഴേക്കും ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ കണ്ടിട്ട് അതിന് തെറാപ്പീസ് ഉണ്ട്. സൈക്കോതെറാപ്പി അല്ലെങ്കിൽ ബിഹേവിയറൽ കോഗ്നിറ്റീവ് തെറാപ്പി എന്നൊക്കെ പറയുന്ന തെറാപ്പികൾ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ കറക്റ്റായിട്ട് അതിൽ നിയന്ത്രിച്ച് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അല്ലാതെ ജസ്റ്റ് ഒരു സൈക്കോളജിസ്റ്റോ അല്ലെങ്കിൽ ഡോക്ടറെ ഒന്നും കണ്ടു കഴിഞ്ഞാലൊന്നും അത് നിർത്താൻ പറ്റില്ല. കാര്യം തുടർച്ചയായിട്ട് നമുക്കൊരു ശീലമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ശീലം നിർത്തണമെങ്കിൽ ആണുങ്ങൾക്കാണെങ്കിലും പെണ്ണുങ്ങൾക്കാണെങ്കിലും ആ ശീലം നമ്മൾ മാറ്റിയെടുക്കാൻ വേണ്ടി കണ്ടിന്യൂസ് ആയിട്ട് ഒരു മനഃശാസ്ത്ര വിദഗ്ധരിൽ നിന്ന് സപ്പോർട്ട് ആവശ്യമാണ്. പക്ഷേ പലപ്പോഴും അതിനൊന്നും പോകാൻ ആർക്കും സൗകര്യമില്ല, അല്ലെങ്കിൽ അതിനൊട്ട് സാഹചര്യമില്ല. പിന്നെ അതൊക്കെ പറയാൻ മടിയാണ്, അല്ലെങ്കിൽ അത് പോകാനുള്ള സൗകര്യങ്ങളോ ഒന്നും അറിയുകയില്ല.
അപ്പം അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ആയതുകൊണ്ട്, അല്ലെ പ്രായത്തിൻ്റെ ഒരു പ്രശ്നങ്ങളുമായിരിക്കാം, അതിപ്പോൾ ആരോട് പറയും, അല്ലെങ്കിൽ ആൾ സപ്പോർട്ട് ചെയ്യും, അങ്ങനെയൊക്കെ ഈ ശീലങ്ങൾ ഇങ്ങനെ തുടർന്ന് പോകാറുണ്ട്. അപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരിക്കലും ഇതിനെക്കുറിച്ച് ഓർത്തിട്ട് ഭയങ്കരമായി സ്വയം പ്രശ്നം ഉണ്ടാക്കരുത്. ഇത് എനിക്ക് വേണം, ഞാൻ ഡെയിലി ഇത് ആവർത്തിക്കുന്നുണ്ട്, പക്ഷേ എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഇതാണ്, ഇതുകൊണ്ടാണ് എനിക്ക് സർവ്വ പ്രശ്നങ്ങളും വരുന്നത് എന്ന് വിചാരിക്കരുത്. അത് വിഡിതമല്ലേ. അധികമായാൽ അമൃതം വിഷമാണെന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് അധികമായാൽ കൈക്രിയ പ്രശ്നങ്ങളാണ്. പക്ഷേ പറഞ്ഞതുപോലെ സ്വയം നിയന്ത്രിച്ചാൽ പറ്റും കാര്യം. മറ്റു പല കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കാം. 5 എണ്ണമാണെങ്കിൽ അത് 2 എണ്ണമാക്കാം, അല്ലെങ്കിൽ ഒരെണ്ണമാക്കാം, ഒന്നിടവിട്ട ദിവസങ്ങളിലാകാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആ സമയത്ത് അത് വേണമെന്ന് തോന്നുന്ന സമയത്ത് പുറത്തേക്ക് ഇറങ്ങിപ്പോകാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഗെയിംസോ അല്ലെങ്കിൽ കൂട്ടുകാരും ഒക്കെ ആയിട്ട് സംസാരിച്ചിരിക്കാം. ഒറ്റയ്ക്കിരിക്കുന്ന സിറ്റുവേഷൻ അപ്പോൾ നമുക്ക് മാറ്റാം. അതായിരിക്കും അത് കുറച്ചുകൊണ്ട് വരാനുള്ള ഏറ്റവും വലിയൊരു എളുപ്പവഴി. പിന്നെ ഇതൊക്കെ ഒരു തെറ്റാണോ? അല്ല, ഇത് നമുക്ക് സ്വാഭാവികമായി തോന്നുന്നതാണ്. ആണിനും തോന്നും പെണ്ണിനും തോന്നും, സ്വാഭാവികമായ കാര്യമാണ്. അപ്പോൾ അതോർത്ത് വലിയ രീതിയിൽ അങ്ങോട്ട് സംഭ്രമിക്കേണ്ട കാര്യം ഒന്നുമില്ല. പക്ഷെ മിതമായിരിക്കണം. നമ്മുടെ ശരീരഭാഗങ്ങൾ യന്ത്രങ്ങളല്ല, എല്ലാ ശരീരഭാഗങ്ങൾക്കും വിശ്രമം ആവശ്യമുണ്ട് എന്നുള്ള പൊതുതത്വം നമ്മൾ മനസ്സിലാക്കിയിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നിയന്ത്രിക്കാൻ പറ്റും. നമ്മുടെ ആരോഗ്യം നമ്മൾ തന്നെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ആണുങ്ങളും പെണ്ണുങ്ങളും ശ്രദ്ധിക്കേണ്ടത്. വളർന്നു വരുന്ന ഘട്ടത്തിൽ പലവിധ പ്രശ്നങ്ങളിൽ കൂടി കടന്നു പോകും. അത് ചിലത് പ്രശ്നമായിരിക്കാം, ചിലത് പ്രശ്നമേ ആയിരിക്കില്ല. എന്തായാലും റോങ് ആയിട്ടുള്ള അറിവുകൾ എവിടെ നിന്നും സ്വീകരിക്കാതിരിക്കുക. ഇപ്പം പിന്നെ ഇൻ്റർനെറ്റ് ഉണ്ട്, അതിനകത്ത് കയറി മറ്റ് അലകുലത്ത് വീഡിയോകൾ കാണുന്നതിനൊപ്പം തന്നെ, കാണരുതെന്ന് പറയുന്നില്ല, അത് ഇൻ്റർനെറ്റിൽ തിരഞ്ഞു കഴിഞ്ഞാൽ കിട്ടും, പക്ഷേ അതിന് കൂടുതൽ തന്നെ വിജ്ഞാനപ്രദമായിട്ടുള്ള ധാരാളം ആർട്ടിക്കിൾസ് ഉണ്ട്, എന്ത് തിരഞ്ഞാലും കിട്ടും. അല്ലെങ്കിൽ നല്ല വീഡിയോസ് ഉണ്ട് യൂട്യൂബിൽ. ഇതൊക്കെ നിങ്ങൾക്ക് നല്ല നല്ല ഡോക്ടർമാരൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട്, അതൊക്കെ കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ കാണാം. അങ്ങനെയാണെങ്കിലേ നമ്മുടെ ആവേശവും അറിവും ബാലൻസ് ചെയ്ത് പോകുകയുള്ളൂ. അല്ല ആവേശത്തിന് പുറകെ അങ്ങ് പോയി കഴിഞ്ഞാൽ അതുവഴി അങ്ങ് പോകും. അതിന് കൂട്ടത്തിൽ തന്നെ നമ്മൾ ഇപ്പുറത്തുള്ള കാര്യങ്ങൾ കൂടി ബാലൻസ് ആയിട്ട് കൊണ്ടുപോകണം. ചില പുരുഷന്മാർ പറയും, എനിക്കാണെന്നുണ്ടെങ്കിൽ സ്വയം ആ ഒരു കാര്യം പോലും ഞാൻ ആ കാര്യത്തിലേക്ക് കടക്കുകയില്ല, എനിക്കൊന്നുമില്ല, ഞാൻ വളരെ നല്ലവനായിട്ടാണ് ജീവിക്കുന്നതെന്ന്. പക്ഷേ അതിലും വലിയ കാര്യമൊന്നുമില്ല. കാരണം ഇതൊക്കെ പുറത്തു പോകേണ്ടത് പുരുഷന്മാരുടെ ഹെൽത്തിനും ആവശ്യമാണ്. അതിപ്പോൾ പാർട്ട്ണർ ഇല്ലാത്ത സമയത്ത്, ഒത്തിരി പാർട്ട്ണറായി കഴിഞ്ഞാൽ ഒത്തിരി അസുഖങ്ങൾ വരും. പക്ഷേ പാർട്ട്ണർ ഉള്ളവർ അവരുടെ ബന്ധം സന്തോഷകരമായി മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ടത് അത്യാവശ്യമാണ്. പാർട്ട്നേഴ്സ് ഇല്ലാത്തവർ അവരവർക്ക് സ്വയം കാര്യങ്ങളിലേക്ക് കടക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അത് പുരുഷന്മാർക്കാവുമ്പോഴേക്കും പ്രോസ്റ്റേറ്റിൻ്റെ ആരോഗ്യത്തിനെ സംരക്ഷിക്കും, ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത് മിതമായുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്, മിതമായിട്ട് അനുവർത്തിക്കേണ്ട കാര്യമാണ്. അല്ലാതെ ഇവർ പറഞ്ഞു കേട്ടിട്ട് എന്നാൽ പിന്നെ എന്നും അയക്കാം, അങ്ങനെയല്ല, എന്നും ഉപഗ്രഹം വിക്ഷേപിക്കരുത്. ഞാൻ പറഞ്ഞത് മിതമായി പോകണം. ഇപ്പം വീക്കിലി 1 അല്ലെങ്കിൽ 2 അങ്ങനെ തുടർന്ന് പോയി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുകയില്ല. അത് ആരോഗ്യപരമായിട്ട് നമുക്ക് കണക്കാക്കാം, സ്വാഭാവികവുമാണ്.